ഇതൊക്കെ എല്ലാം ഓരോ ഭാഗത്തേക്ക് വയ്ക്കട്ടോ. എവർഗ്രീൻ കുക്കിംഗ് ഡയറി എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 1000 കാടമുട്ട കൊണ്ട് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്തിട്ട് വളരെ രുചികരമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് കാടമുട്ടയെന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പൊട്ടാതെ ഇത് വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മളത് പുഴുങ്ങിയെടുക്കണം. ഇത് സാധാരണ കാടമുട്ട കുറച്ച് നല്ല ചെറുതായിരിക്കും. ഇതല്പം കൂടി വലുതുപോലുണ്ട്. നല്ല മുട്ടയാണ്, കണ്ടില്ലേ. നമുക്ക് ആദ്യം അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കാം. ചിരട്ട പിടിച്ച് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് തീയാവും. ഓക്കെ, നമുക്കിതിലേക്ക് വേണ്ടത്ര കല്ലുപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കണ കാടമുട്ട റോസ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ 1-2 സ്പെഷ്യൽ ചേരുവകളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. തേങ്ങ നല്ലതുപോലെ വറുത്ത് ചേർത്തിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റായിരിക്കും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഗ്രേവി കാണണം. അപ്പോൾ സബോളയും ചെറിയുള്ളിയൊക്കെ പരമാവധി കൂടുതൽ തന്നെ ഇട്ട് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ മുട്ട 1000 എണ്ണം ഉണ്ടല്ലോ. ചെറിയുള്ളി നേരാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. സമയം പോണ വഴി അറിയില്ല. അതുപോലെ തന്നെ പക്ഷെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ വെജിറ്റബിളെല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കാം. സബോളയും തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഈ തേങ്ങ മുഴുവൻ ഇതുപോലെ ചിരണ്ടി എടുക്കണം. എന്നിട്ടത് വറുത്ത് നമ്മുടെ കാടമുട്ട റോസ്റ്റിൽ ചേർക്കുമ്പോൾ നല്ല രുചിയുണ്ടാവും. ഇതൊന്ന് നമുക്ക് വെന്തോന്ന് നോക്കാം. ഏകദേശം 20 മിനിറ്റായി നമ്മളിപ്പോൾ ഇതിന് വേകാനിട്ടിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇറക്കി തൊലിയെല്ലാം കളഞ്ഞ് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കുക. അതിനാദ്യമായിട്ട് കുറച്ച് മുഴുവൻ വറ്റൽ മുളക്, മുഴുവനായിട്ടുള്ള കാശ്മീരി മുളക്, അതേപോലെ തന്നെ മല്ലി എത്രയിട്ട് നമുക്കൊന്ന് സ്പൈസസ് ചേർക്കാനുണ്ട്. അതിലുള്ളത് വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, തക്കോലം, ജാതിപത്രി, കറുവപ്പട്ട, ബേ ലീഫ്.
ഇത്രയും കൂടി ചേർത്ത് നമുക്കിതിനെ നല്ലപോലെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് 5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 5 തേങ്ങ ചിരകി വെച്ചാണ്. ഈ 5 തേങ്ങയും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് മസാല തയ്യാറാക്കാനുള്ള പരിപാടി ആരംഭിക്കാം. മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വെട്ടി വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കിലോ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 200 ഗ്രാം നടുവേ മുറിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി അരച്ച് ചേർക്കുക. ഏകദേശം നമ്മളൊരു 250 ഗ്രാം വെളുത്തുള്ളി അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും 250 ഗ്രാം അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സബോള, ചെറിയുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴേ നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള കാശ്മീരി ചില്ലി, വറ്റൽമുളക്, മല്ലി, കുരുമുളക്, നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. 5 തേങ്ങയാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. ആഹാ, നമ്മുടെ വറുത്ത തേങ്ങയെല്ലാം കൂടി ചേർത്തപ്പോൾ മസാലയ്ക്ക് നല്ലൊരു മണവും നല്ല കട്ടി പോലായി. നമുക്ക് അല്പം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തും തിളച്ച് നമ്മുടെ 1000 കാടമുട്ട കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മസാല റെഡിയായി. നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. മുട്ട ചേർക്കാൻ പോകണം. നമ്മുടെ 1000 കാടമുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മസാലയിൽ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. മുട്ടകളധികം ഉടഞ്ഞു പോകാതെ ഈ മസാലയായിട്ട് ഒന്ന് ഇളക്കി ചേർക്കണം. അതിൻ്റെ ഒരു മണം, നല്ല മണമാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ 1000 കാടമുട്ട പുഴുങ്ങിയിട്ടുള്ള മസാല റെഡി. ഒരു ഉരുളി നിറയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് നോക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഓർഫനേജാണിത്.
കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുറേ കുട്ടികളെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുറച്ച് കുട്ടികളെ താമസിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളത് അവർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളതൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ബാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണമായിരിക്കും. മുട്ട റോസ്റ്റിൻ്റെ അവസാന മിനുക്കുമണിയാണ്. കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ 1000 മുട്ടയൊക്കെ തൊലി കളഞ്ഞെടുക്കുക പറയണത് ചില്ലറ ടാസ്കല്ല. കുറേ അധികം സമയമായതുകൊണ്ട് അല്പം ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി വിജയകരമായി പൂർത്തിയാക്കി. 1000 കാടമുട്ട കൊണ്ട് ഉണ്ടാക്കിയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും കഴിച്ചോ? മനോഷ് കഴിച്ചോ? എങ്ങനെ ഉണ്ട് നോട്ടെ. അടിപൊളി. മുട്ട റോസ്റ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ തേങ്ങയൊക്കെ വറുത്തിട്ടില്ലേ, ആ തേങ്ങ വറുത്തിട്ടതിൻ്റെ ഒരു ഗുണമാണത്. ഒരു വായിക്ക് ഒരു കാട. സാധാരണ 1000 കോഴിക്ക് അരക്കാടാന്നാണ് പറയുക. അപ്പോൾ ഇന്നുണ്ടാക്കിയ തേങ്ങ വറുത്ത് ചേർത്തിട്ടുള്ള കാടമുട്ടൻ്റെ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകളായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാമ്പ്രച്ചുള്ള എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പാതുവ പറഞ്ഞിട്ടുള്ളൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൻ്റെ വിവരങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ട് വെച്ചാൽ ആ ആശ്രമവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.